ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പിടിയിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭൂമി ഇടപാടുകളിൽ പ്രത്യേക അന്വേഷണ സംഘം കൂടുതൽ അന്വേഷണം നടത്തും. ഭൂമി ഇടപാടിന്റെ രേഖകൾ ബംഗളൂരുവിലെ ഫ്ളാറ്റിൽ നിന്ന് പിടിച്ചെടുത്തു. അതേസമയം ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ വീണ്ടും പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തുന്നു. SP ശശിധരന്റെ നേതൃത്വത്തിലാണ് പരിശോധന. സിജോ വി ജോൺ വിശദാംശങ്ങൾ നൽകും. സിജോ, എന്ത് പുതിയ സൂചനകളുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സ്മാർട്ട് ക്രിയേഷൻസിലെ ഏറ്റവും പുതിയ പരിശോധന? ഒപ്പം SIT എന്തൊക്കെയാണ് പുതുതായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ, നിഗമനങ്ങൾ? പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെയാണ് 10 മണിക്കൂറോളം ബംഗളൂരുവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫ്ളാറ്റിൽ തെളിവെടുപ്പ് നടത്തിയത്. ഇവിടെ നിന്നാണ് നിർണായകമായ ചില രേഖകൾ ലഭിച്ചിരിക്കുന്നത്. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഭൂമി വാങ്ങിയതിന്റെ രേഖകൾ ലഭിച്ചിട്ടുണ്ട്. ചില സ്ഥാപനങ്ങളിൽ ഇയാൾ പണം നിക്ഷേപിച്ചതിന്റെ രേഖകൾ കിട്ടിയിട്ടുണ്ട്. ഇതാണ് വിശദമായി പരിശോധനയ്ക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തത്. ഇതിന്റെ സാമ്പത്തിക സ്രോതസ് എന്താണെന്നുള്ളതാണ് പരിശോധിക്കുന്നത്. ഇയാൾ നേരത്തെ ബംഗളൂരുവിൽ ഒരു ക്ഷേത്രത്തിൽ പൂജാരിയായിട്ടാണ് ജോലി ചെയ്തിരുന്നത്. അതിനുശേഷമാണ് ശബരിമലയിലേക്ക് എത്തുന്നത്. അവിടെ എത്തിയതിനു ശേഷമാണ് ഇയാളുടെ സാമ്പത്തിക വളർച്ച ഉണ്ടായിരിക്കുന്നതെന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന പണമാണോ ഇത്തരത്തിൽ വസ്തുക്കൾ വാങ്ങുന്നതിനും ഈ ഡെപ്പോസിറ്റിനൊക്കെ വേണ്ടി ചെലവഴിച്ചിരിക്കുന്നതാണ് അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ SITയുടെ പരിശോധന ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലും തുടരുകയാണ്. ഇവിടെ വെച്ചാണ് ഈ ദ്വാരപാലകത്തിലെയും അതോടൊപ്പം തന്നെ ഈ കട്ടിലയിലെയും സ്വർണം ഉരുക്കിയെടുക്കുന്നത്. അതിനുശേഷം അത് കൈമാറുകയായിരുന്നു. അവിടെ ചില അട്ടിമറികൾ നടന്നതായി സംശയമുണ്ട്. ഇന്നലെ ഈ സംഘം ഇവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു. ഇന്ന് രാവിലെയും ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ശശിധരന്റെ നേതൃത്വത്തിൽ പരിശോധന ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്.